എല്ലാവർക്കും നല്ല ഗ്രോത്ത് വേണം, നല്ല രീതിയിൽ സമ്പാദിക്കണം എന്നൊക്കെ എല്ലാവരുടെ മനസ്സിലുണ്ട്. പക്ഷെ മെജോറിറ്റി ആളുകളും ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് നമ്മളെ കയ്യിൽ വരുന്ന ചാൻസുകൾ, അതായത് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മൾ മനഃപൂർവ്വം റിജക്റ്റ് ചെയ്യുക. സില്ലി എക്സ്ക്യൂസുകളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് ഒഴിവാക്കി വിടുക. നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുക അല്ലെങ്കിൽ ഒരു ചാൻസ് കിട്ടുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ആ ഒരു ചാൻസ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അത് എക്സ്ക്യൂസുകൾ പറഞ്ഞ് ഒഴിവാക്കല്ല വേണ്ടത്, അത് മാക്സിമം യൂസ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. മേ ബി നമുക്ക് പല കാരണങ്ങളും ഉണ്ടാകാം, പക്ഷേ നമുക്കൊരു ഗ്രോത്തിന് ആവശ്യമായ ഒരു ചാൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് അതിനാണ്. എന്നിട്ടേ നമ്മൾ മറ്റൊന്നിന് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ലൈക്ക് എന്താ പറയുക, ഒരു ചാൻസ് കിട്ടി, അപ്പം ആ ചാൻസ് യൂസ് ചെയ്യണം എന്ന് മനസ്സിലുണ്ട്, പക്ഷെ ഒരു പേടി വരിക. അപ്പോൾ അങ്ങനെ പേടി വരുന്ന സമയത്താണ് മെജോറിറ്റി ആളുകളും എന്ത് ചെയ്യുക, എക്സ്ക്യൂസുകൾ കണ്ടെത്തുക. അതായത് സ്വയം പറ്റിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ആ ചാൻസ് ഒഴിവാക്കുമ്പോൾ നമ്മളെ തന്നെയാണ് ഈ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എക്സ്ക്യൂസുകൾ പറഞ്ഞിട്ട് ആ എക്സ്ക്യൂസ് കാരണമാണ് ഞാൻ ആ ചാൻസ് എടുക്കാഞ്ഞത് എന്ന് സ്വയം ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ അങ്ങനെ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാരണവും ഇല്ല, ഒരു കാര്യവും ഇല്ല. കാരണം അതിൽ നഷ്ടപ്പെടുന്നത് നമുക്ക് തന്നെയാണ്. നമ്മൾ പറയുന്ന കാരണങ്ങൾ വെച്ചിട്ട് നമ്മൾ പറ്റിച്ചത് നമ്മളെ തന്നെയാണ്, വേറെ ആരുമല്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ചാൻസ് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചാൻസ് എന്താ പറയാ നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു മൊമെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പം ചെയ്യേണ്ടത് എക്സ്ക്യൂസുകൾ പറഞ്ഞ് അത് ഒഴിവാക്കുകയല്ല, നമ്മുടേതായ രീതിയിൽ അത് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷെ അത് എല്ലാ പ്രാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റണം എന്നില്ല, ചില സമയത്ത് പാളി പോകാം. ബട്ട് സ്റ്റിൽ നമ്മൾ അതിനു വേണ്ടി ഒരു ട്രൈ നമ്മൾ നടത്തുന്ന സമയത്ത് നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടുകയാണ് അവിടെ. അതായത് ഇപ്പൊ ഫസ്റ്റ് ചാൻസ് നമുക്ക് കിട്ടി, മേ ബി അത് നല്ല രീതിയിൽ പാളി പോയിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് എവിടെയൊക്കെയാണ് പാളിയതെന്ന് കറക്റ്റ് മനസ്സിലാവും. രണ്ടാമതൊരു ചാൻസ് എടുക്കുമ്പോൾ നമുക്ക് ആദ്യം പാളിയ പല കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റും. അപ്പം അതാണ് വേണ്ടത്. അല്ലാണ്ട് കയ്യിലൊരു ചാൻസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ആ ചാൻസ് എടുക്കേണ്ട, അത് എടുത്താൽ ശരിയാവില്ല, അങ്ങനെ പറഞ്ഞ് പേടിച്ച് മാറി നിന്ന് കഴിഞ്ഞാൽ ലൈഫ് ലോങ് നമ്മൾ ഇങ്ങനെ മാറി നിൽക്കേണ്ടി വരും. പിന്നെ നമുക്ക് രണ്ടാമതൊരു ചാൻസ് കിട്ടുക എന്ന് പറയുന്നതും വളരെ 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 അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റി, അത് എന്തോ ആയിക്കോട്ടെ, ടേക്ക് ദ റിസ്ക് ഓർ ലോസ് ദ ചാൻസ് എന്ന് കേട്ടിട്ടില്ലേ? ഞാൻ പറഞ്ഞൊന്നല്ല കേട്ടോ, പക്ഷെ സത്യമാണ്. അതായത് നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാണോ? ഒരു ചാൻസ് നമുക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ മേ ബി അത് നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ വലിയ റിസ്ക് ആകാം. അതൊന്നെങ്കിൽ ഗ്രോത്തിലേക്ക് അല്ലെങ്കിൽ താഴോട്ട് എന്ന രൂപത്തിലാവും ആ ചാൻസ് നമ്മുടെ മുന്നിൽ വരും. അതായത് ആ ചാൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാവും, എന്തെങ്കിലും ഒരു ഗ്രോത്തിങ് സ്റ്റേജിലേക്ക് നമ്മൾ എത്തും. അതല്ല, നമ്മൾ ആ ഒരു ചാൻസ് ലീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ താഴോട്ട് പോകും. കാരണം അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റം വരാനില്ല. എന്തെങ്കിലുമൊക്കെ മാറ്റം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. സോ എപ്പോഴും ആലോചിക്കുക, കയ്യിലൊരു ചാൻസ് വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മേഖലയിൽ നിങ്ങൾക്ക് കയ്യിൽ വന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പേടി കൊണ്ട് മാറ്റി നിർത്താതിരിക്കുക. മാക്സിമം അത് ഗ്രാബ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് മൈ വേർഡ്സ്, എന്തെങ്കിലും ഒരു ഗ്രോത്തിങ് ചേഞ്ച് നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഉണ്ടാകും.